ഭൂമിയുടെ ഏത് കോണിലേക്കും ജീവിതം കരുപ്പിടിപ്പിക്കാൻ പുറപ്പെട്ടു പോകുന്നവരാണ് മലയാളികൾ. എവിടെ ചെന്നെത്തിയാലും അവിടങ്ങളിൽ ഭൗതിക ജീവിതം പടുത്തുയർത്താൻ പാടുപെടുന്നവർ. എവിടെ എങ്ങനെയായിരുന്നാലും മലയാളി എപ്പോഴും രണ്ട് ജീവിതങ്ങൾ നയിക്കുന്നു. ഒന്ന്, താൻ ഉള്ളെടുത്ത വർത്തമാനകാല ജീവിത പോരാട്ടം. ഇനിയൊന്ന്, അകലെ വിട്ടിട്ട് വന്ന നാട്ടിലെ വർണ്ണാഭമായ സങ്കല്പ ജീവിതം. പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയെടുത്തിട്ട് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ധാരാളമാണ്. സവിശേഷവും അത്യപൂർവമായ പദ്ധതികൾ നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകുന്നവർ ഉൾപ്പെടെ അനേകം പേർ പല നിലകളിൽ പണിയെടുക്കുന്നു. അവർ ആർജിക്കുന്ന പ്രാവീണ്യവും തൊഴിൽ നൈപുണ്യവും കൈവരിക്കുന്ന ജ്ഞാനസഞ്ചയവും കേരളത്തിന് കൂടി മടക്കിക്കൊടുക്കുന്നതിനെക്കുറിച്ച് പ്രബുദ്ധ മണ്ഡലങ്ങൾ എല്ലായ്പ്പോഴും ചർച്ച ചെയ്തു. 2018 നൂറ്റാണ്ടിലെ വലിയ പ്രളയം കേരളത്തിൽ സംഭവിച്ചപ്പോൾ സകല മലയാളിയും ഉയർന്നു. മഹാപ്രളയത്തെ മറികടക്കാനും അതിജീവിക്കാനും കേരള ജനതയും ഭരണ നേതൃത്വവും പ്രകടിപ്പിച്ച ഐക്യവും സാമർഥ്യവും മുൻ സംഭവങ്ങളിൽ ഒന്നിലും ഇല്ലാത്ത വിധം ഉജ്ജ്വലമായിരുന്നു. ലോകത്തിന് മുഴുവൻ പുതിയ മാതൃക സൃഷ്ടിച്ച ആ അതിജീവന യജ്ഞത്തിൻ്റെ ഭാഗമായാണ് കേരള ഗവൺമെൻറ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പ്രഖ്യാപിച്ചത്. അതിൽ തങ്ങളും പങ്കാളികളാകണമെന്ന ബോധ്യമുണ്ടായ കേരളത്തിലും വിദേശങ്ങളിലുമുള്ള പ്രൊഫഷണൽസ് ആർക്കിടെക്ട് പത്മശ്രീ ശങ്കറിൻ്റെ നേതൃത്വത്തിൽ കേരള പ്രൊഫഷണൽസ് നെറ്റ്വർക്ക് KPN എന്ന കൂട്ടായ്മയ്ക്ക് ബീജാവാപം ചെയ്തു. KPNന്റെ കുടക്കീഴിൽ വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം അഥവാ PPF ചാപ്റ്ററുകൾ ആരംഭിച്ചു. സമ്പന്നവും വികസിതവുമായ രാജ്യങ്ങളിൽ ജീവിച്ച് തങ്ങൾ നേടിയെടുത്ത സവിശേഷമായ തൊഴിലുകളിലെ പ്രായോഗിക ശേഷിയും അറിവും ആവശ്യമുണ്ടാകുമ്പോൾ കേരളത്തിൽ ഉപയോഗിക്കാൻ സന്നദ്ധമായ പുരോഗമന മനസ്സുകളെ ചേർത്തെടുക്കുകയാണ് PPFന്റെ ലക്ഷ്യം. മുൻ ധനകാര്യമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ TM തോമസ് ഐസക് 2022 ജൂലൈ 1 PPF ബഹ്റൈൻ ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക കാര്യങ്ങളിൽ ബോധവൽക്കരണവും പ്രായോഗിക നിർദ്ദേശങ്ങളും നൽകുന്ന നിരവധി പരിപാടികൾ PPF ബഹ്റൈൻ ചാപ്റ്റർ സംഘടിപ്പിച്ചു വരുന്നു. കേരളത്തിലെ വീടുകളുടെ മേൽക്കൂരകളിൽ KSEBയോട് ചേർന്ന് സോളാർ വൈദ്യുതി എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, വിദ്യാർത്ഥികളുടെ കൗമാര മനസ്സുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ആരോഗ്യപൂർണമായ ഒരു ജീവനത്തിന് ജീവിതശൈലി എന്താവണം, ആഗോള താപനത്തെക്കുറിച്ച് ഉത്തമ പൗരർ എങ്ങനെ ചിന്തിക്കണം, നിത്യജീവിതത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ സഹായിയായി തീരും തുടങ്ങിയ വിഷയങ്ങൾ ചില ഉദാഹരണങ്ങൾ. ആരോഗ്യം, ഭവന നിർമ്മാണം, പരിസര ശുചിത്വം, പഠന കോഴ്സുകളുടെ തിരഞ്ഞെടുപ്പ്, നിയമപ്രശ്നങ്ങളെ നേരിടേണ്ടുന്ന രീതി തുടങ്ങി അനേകം സവിശേഷ ജീവിത വ്യവഹാരങ്ങളിൽ മലയാളികൾക്ക് ഉപകാരപ്രദമായ വിവരങ്ങൾ പകരാൻ വഴി തേടാൻ PPF ആലോചിക്കുന്നു. സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, യൂട്യൂബ് വീഡിയോകൾ എന്നിങ്ങനെ സാധ്യമായ എല്ലാ സരണികളിലൂടെയും അനുയോജ്യമായ അവസരങ്ങളിൽ KPN നെറ്റ്വർക്കിനോട് ചേർന്ന് കേരളത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് PPFന്റെ മുഖ്യ ലക്ഷ്യം. ജീവിതത്തിൻ്റെ അനേകം പ്രവർത്തന വഴികളിൽ പൊരുതി നേടിയ അനുഭവ സമ്പത്തിൻ്റെ ഖനികൾ പേറിയാണ് മലയാളി പ്രൊഫഷണൽസ് ഇവിടെ വിജയകരമായ ജീവിതം നയിക്കുന്നത്. നമ്മൾ നിരന്തരം മോഹന സങ്കല്പങ്ങളിൽ ചേർത്ത് വയ്ക്കുന്ന കേരളത്തിൻ്റെ പുരോഗതിക്കു വേണ്ടി നമുക്ക് ആ ഖനി ആഴങ്ങളിൽ ഉപയോഗിക്കാമോ എന്ന് നോക്കണം. പുരോഗമന ചിന്താഗതിക്കാരായ എല്ലാ മലയാളി പ്രൊഫഷണലുകളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് സംഘം ചേരാൻ.